പ്ലസ് എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ട്. ഫെസിലിറ്റി എല്ലാം CFS കൊടുക്കും, ഇറക്കി വെച്ച് അവിടെ ലേബർ അവിടെ വേണ്ട, ലേബർ അവിടെ ഉണ്ട്. പിന്നെ ഫോക്ക് ലിഫ്റ്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതുണ്ട്. പാലറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ പാലറ്റൈസേഷൻ ചെയ്യാം, സൂപ്പർവിഷൻ ചെയ്യണമെങ്കിൽ സൂപ്പർവിഷൻ ചെയ്യാം, ലേബലിംഗ് ചെയ്യാം. ചെറിയ പാർട്ടികൾക്ക് ഇപ്പൊ സ്വന്തം മെയിൻ ഗുണം കിട്ടുന്നത് ട്രേഡേഴ്സിനാണ്, മർച്ചന്റ് എക്സ്പോർട്ടേഴ്സിനാണ്. അവർ പല സ്ഥലത്തും പ്രൊക്യൂർ ചെയ്തായിരിക്കും കൊണ്ടുവരുന്നത്. അതൊക്കെ ഇവിടെ വന്ന് ചെയ്യിക്കാം. CFS ഒക്കെ കൊച്ചിയിലൊക്കെ നല്ല ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, സ്റ്റഫിംഗ് എല്ലാം കഴിഞ്ഞു. കസ്റ്റംസ് ഉള്ളതുകൊണ്ട് എല്ലിയോ കിട്ടും. പിന്നെ ഈ കാർഗോ ടെർമിനലിൽ കയറുമ്പോൾ എന്തെങ്കിലും ചെക്കിംഗ് വല്ലതും ഉണ്ടോ? ഇല്ല, ടെർമിനൽ ചിലപ്പോൾ സീൽ വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. കാരണം മെയിൻലി ഇവിടെ കസ്റ്റംസിന്റെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞല്ലോ. ടെർമിനലിൽ ചെല്ലുമ്പോൾ ടെർമിനലിൽ ഒരു സീൽ വെരിഫിക്കേഷൻ ഉണ്ട്. സീൽ വെരിഫിക്കേഷൻ ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റാക്ക് ചെയ്യാം. ഇപ്പോൾ സ്റ്റാക്ക് ചെയ്യുന്ന വെസലിലേക്ക് സ്റ്റാക്ക് ചെയ്യുന്നതിന് ഒരു ഫോം ഉണ്ട്. അത് വെച്ചിട്ട് സെസ് 4 എന്നാണ് പറയുക. സെസ് 4 അത് ഒരു ഫോം ഉണ്ട്. അത് ഷിപ്പിംഗ് ലൈനിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ച് സ്റ്റാക്ക് ചെയ്യും. അങ്ങനെയൊന്നുമില്ല. കാരണം മറ്റേ ഡയറക്റ്റാണ് CFS. എൻട്രി ഒന്നും സെയിം തന്നെയാണ്. മറ്റേ വെച്ചാൽ അതെന്ന് വെച്ചാൽ സെൽഫ് സീലിംഗ് കണ്ടെയ്നേഴ്സ് ബില്ല് എക്സിക്യൂട്ട് ചെയ്യണത് ടെർമിനുള്ളിൽ തന്നെയാണ്. ഉള്ളിൽ തന്നെയാണ്. അവിടെ എക്സാമിനേഷൻ ഇല്ല, അവിടെ തന്നെയാണ് ബില്ല് വെരിഫൈ ചെയ്ത് എല്ലിയോ തരുന്നത്. ടെർമിനുള്ളിലാണ്. എങ്ങനെ ടെർമിനലിൽ വന്നു എക്സാമിനേഷൻ നടത്തിയപ്പോഴത്തേക്കും അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അവര് നേരെ ഒരു CFSലേക്ക് മൂവ് ചെയ്യും. സിസ്റ്റം പറയാം, സിസ്റ്റം ഓപ്പൺ വരും. അപ്പോൾ സിസ്റ്റത്തിൽ എക്സാമിനേഷൻ ചോദിക്കുകയാണ്. അത് പറയും കണ്ടെയ്നർ പൊട്ടിച്ച് നമ്മൾ അങ്ങനെ വരും. അതെല്ലാവരും വരില്ല. അതൊക്കെ വളരെ 100 കണ്ടെയ്നർക്ക് ചെയ്ത് 1-2 വരുള്ളൂ. റീസൺ വരാൻ പല കാരണമുണ്ട്. കൺട്രി വൈസ് റീസൺ വരാറുണ്ട്, HSN കോഡിന്റെ റീസൺ വരാറുണ്ട്. പിന്നെ ചില പാർട്ടികളുടെ IE കോഡിന്റെ റീസൺ വരാറുണ്ട്. ചിലർക്ക് എവിടെയെങ്കിലൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ വന്നാലും സിസ്റ്റം ഇപ്പം എല്ലാം സിസ്റ്റം ലിങ്കറാണ്. IECയും GSTയും എല്ലാമായിട്ട് ലിങ്കറാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഡിഫോൾട്ടോ എന്തെങ്കിലും പാർട്ടികൾക്ക് സംഭവിച്ചാലും ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ട്. നമ്മൾ അവിടെ ക്ലിയർ ചെയ്താൽ മാത്രമാണ് IE കോഡ് ക്ലിയറൻസ് വരുള്ളൂ. അത് സിസ്റ്റം എല്ലാം ലിങ്കറാണ്. അതെ. ഒന്നിനും നമുക്ക് ഒരു പാർട്ടിക്ക് ഒരു ഡ്യൂസ് വരുത്താൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് IECയിൽ വരെ റിഫ്ലക്ഷൻ ആവും. അത് എല്ലാം റിഫ്ലക്ഷൻ വരും. എല്ലാം ലിങ്കറാണ് ഇപ്പം. അപ്പോൾ പല റീസൺ ഉണ്ട്. അധികം റീസൺ വരുന്നത് HSN കോഡിന്റെ റോങ് അല്ല, അതൊരു സെലക്ഷനാണത്. കമ്മോഡിറ്റി